السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. كثر كلامه مات قلبه دخل في النار. സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് നാം ആവശ്യമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ നാം മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുകയും അങ്ങനെ ഗീബത്തും നമീമത്തും പറയേണ്ടി വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുക. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാവിനെ സൂക്ഷിക്കുന്നതിനായി വായിൽ ചരൽക്കല്ലിടുമായി. അൽ-ഗീബത്തു അശദ്ദു മിനസ്സിന. പരദൂഷണമെന്ന് ഗീബത്ത് എന്നുള്ളത് വ്യഭിചാരത്തേക്കാൾ കഠിനമാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം പരദൂഷണം, വേഷണി ഇവകളിൽ നിന്നെല്ലാം നാം മുക്തമായിക്കൊണ്ട് നാം നല്ല ഒരു മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നവൻ്റെ നാവിനാലും കയ്യിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം നമ്മുടെ നാവിനെയും നമ്മുടെ കൈകളെയും നാം സുരക്ഷിതമാക്കുകയും ഒരാൾക്കും ഒരു ക്ഷതമേൽപ്പിക്കാതെ നാവ് കൊണ്ട് ആവശ്യമില്ലാതെ പരദൂഷണവും യേശനിയും പറയുന്നതെല്ലാം നിർത്തിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഒരു യഥാർത്ഥ മുത്തക്കിയായിട്ടുള്ള ജീവിതം നാം നയിക്കുകയും അള്ളാഹുവിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.